എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. മാർക്കോ എന്താല്ലേ സാധനം? എന്റെ മോനെ സൗണ്ട് ഒന്നും ഇല്ല കേട്ടോ. ആർക്ക് വേണ്ടിയിട്ടാ? ഉണ്ണി മുഖത്തിന് വേണ്ടിയിട്ട്. ആളിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അവിടെ ചുരുട്ടിങ്ങനെ കടിച്ച് പിടിച്ച് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബുണ്ട്. എത്ര ഒച്ചിടണ്ടെന്ന് വിചാരിച്ചോനും അറിയാണ്ട് സൗണ്ട് ഉള്ളിൽ അങ്ങോട്ട് വന്നു. ആ സ്വാഗ്, ആ സ്റ്റൈല്, ആളുടെ വിളയാട്ടാണ്. അത് വേറെ കാര്യം, അതിന് വേറെ കയ്യടി. ഇത് നിന്നാൽ തന്നെ ആ ഒരു പഞ്ചെന്താ. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഫൈറ്റിൻ്റെ കാര്യത്തിൽ മലയാളത്തിൽ നിന്ന് ഒന്നാം സ്ഥാനത്ത് വെക്കുന്ന ഒരു സ്റ്റാറാണ് ഉണ്ണി മുകുന്ദൻ. തീർച്ചയായിട്ടും ആ പ്രതീക്ഷയായിരുന്നു മാർക്കോയിൽ നമ്മൾ വെച്ചിരുന്ന പ്രതീക്ഷ. അത് ഹൈപ്പിന് 2 ഇരട്ടി മുതൽ കിട്ടിയ പോലെ നമുക്ക് ഫീൽ ചെയ്തു. അതായത് നമുക്ക് എന്താണോ നമ്മൾ ആഗ്രഹിച്ചു പോയത് അതിന് 100% അതെ സംതൃപ്തിയോടെ ഇറങ്ങിപ്പോയെന്നൊന്നും പറയാൻ പറ്റൂല. ലാസ്റ്റിലേക്ക് ചെറിയൊരു സംതൃപ്തി കുറവ് വന്നായിരുന്നു. അത് ശരി. അത് കുറച്ച് കഴിവ് പറഞ്ഞുതരാട്ടെ. ഈ പറഞ്ഞ എന്താന്നുള്ളത് അതിപ്പോ തന്നെ പറഞ്ഞാലേ മറന്നു. കാരണം നമ്മൾ ഇന്റർവെൽ വരെ ഇരുന്ന ഒരു രീതിയിലല്ല അതിനുശേഷം ഞങ്ങൾ ഇരുന്നത്. ഇതിലൊരു സംഭവം നടക്കും. ഇത് നമ്മൾ അറിഞ്ഞിരുന്ന ഒരു സംഭവം തന്നെയാണ്. പല വീഡിയോയിൽ നമ്മൾ വിളിച്ചു പറഞ്ഞൊരു സാധനമാണ്. അത് ഞങ്ങൾ അറിഞ്ഞിട്ടും കണ്ടിട്ട് ധരിച്ചിട്ടൊരു ഇരുത്തുണ്ടായിരുന്നു. ഒരു മരവിപ്പ് മാത്രം. ആ മരവിപ്പ് ശരിക്കും ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ. സത്യം പറയാ തിയേറ്റർ കുലുങ്ങി ഓളം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന തിയേറ്റർ ചത്തു. എല്ലാരും ചത്തു. ഒറ്റ മിനിറ്റ് നേരത്തേക്ക് ഒരു ഫുൾ സൈലന്റ്. പിന്നെ അവിടെ അതായത് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാന് കുറച്ച് സമയം എടുത്തു തിയേറ്ററിൽ തന്നെ. ഭയങ്കര അവിടുത്തെ ആ സംഭവങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ നമുക്കറിയാം വില്ലന്മാർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് അവരെ ചെയ്യും. അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും ഇവരുടെയൊക്കെ മരണം എങ്ങനെയായിരിക്കും. അതാണ് നമ്മുടെ ഉള്ളിലുള്ള സാധനം. ആ ഒരു സാധനത്തില് നമുക്ക് ലാസ്റ്റത്തെ വില്ലനെ കൊല്ലുമ്പോ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷന്റെ കുറവുണ്ട്. അതിന് കാരണം എന്താ പറയുക, ഈ ലോകത്ത് ഏതൊക്കെ തരം മരണമുണ്ടെങ്കിലും ആ മരണം ഏത് തരത്തിലുള്ളത് തിരഞ്ഞെടുത്താലും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല. കാരണം അങ്ങനത്തെ ക്രൂരതയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആരും ആ കാര്യത്തിൽ തൃപ്തിപ്പെടാൻ സാധ്യത കുറവാണ്. ഇനി ധൈര്യമായിട്ട് വേറൊരു കാര്യം കൂടി പറയാം. ഈ സിനിമയ്ക്ക് ഇവർ ഇറങ്ങുന്നതിന് മുന്നേ ഇവരൊരു ചെറിയൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വയലന്റ് മൂവി അത് ഈ മാർക്കോ തന്നെയാണ് അങ്ങ് തെളിയിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അത് ഏത് രീതിയിൽ എങ്ങനെ എടുക്കാം? ഇന്റർവൽ ബ്ലോക്കിലുള്ള സീന് കണ്ടാൽ മതി, നമുക്ക് കൂടുതൽ എക്സ്ട്രാ പൈസ അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കാം. എന്നാ പിടിച്ചോ, ഇത്ര കൂടുതൽ വേണോ എന്ന് പറഞ്ഞ് നമുക്ക് കൂടുതൽ പൈസ ഇട്ട് കൊടുക്കാം. കാരണം അമ്മാതിരി സാധനമാണത്. ഐറ്റം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ അത് എന്താ കൺവിൻസിങ് ആവുന്നത്. ഫസ്റ്റ് വൺ ഇതിൻ്റെ മേക്കിംഗ് ഫ്രെയിമുകൾ ഇങ്ങനെ കാണണം. അതായത് ബ്ലാക്കും വൈറ്റും ഇത്രയും മനോഹരമായിട്ട് യൂസ് ചെയ്ത ഒരു സിനിമ ഉണ്ടോ എന്നുള്ള സംശയമാണ്. ശരിക്കും ബ്ലാക്കും വൈറ്റിന്റെ സൗന്ദര്യം എന്താണെന്നുള്ളത് ഇതിൽ കാണാം. അത്ര ഗംഭീരം. ശരിക്കും തിന്മയും നന്മയും തമ്മിലുള്ള യുദ്ധം തന്നെയാണ്. അതായത് വൈറ്റും ബ്ലാക്കും തന്നെയാണ് അവിടുത്തെ മെയിൻ തീം. ആ സാധനം തന്നെയാണ് മനോഹരമായിട്ട് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അനീഫാദനിയുടെ സംവിധാന മികവ് എടുത്ത് പറയണം. കാരണം തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഓരോ സംഭവങ്ങളും എടുത്തു പറയേണ്ട സംഭവം തന്നെയാണ്. കാരണം അത്രയും മികച്ച മേക്കിംഗ് ആണ് ഇതിന്റെ. എണ്ണം പറഞ്ഞ സാധനങ്ങൾ, അങ്ങനെയാണ് പറയണ്ടത്. എണ്ണം പറഞ്ഞ ഓരോ ഫ്രെയിമുകൾ. ചില ഫ്രെയിമിന്റെ ഒക്കെ നമ്മളിങ്ങനെ ആസ്വദിച്ചിരുന്നു. ഫൈറ്റ് നടക്കുകയാണെങ്കിൽ പോലും ശരി, അത് കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ, ലൈറ്റിങ് രസമായിട്ട്, ഗ്രേഡിങ്, പിന്നെ സിനിമറ്റോഗ്രാഫി വേറെ ലെവല്. ഒരു ഫൈറ്റ് ഉണ്ട്, അത് എടുത്തു പറയേണ്ട സംഭവം. ഒരു സ്റ്റെയറിലൊക്കെ കയറി പോയിട്ട് എത്ര നേരാണ് ആ ഫൈറ്റൊക്കെ. ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമുണ്ട്. ആ സമയത്ത് സാധാരണ ഫൈറ്റിന്റെ ഇടയ്ക്കൊക്കെ BGM കയറ്റും. ആ സമയത്ത് BGM ഇല്ല. അത് പറയാറുണ്ട്. പക്ഷെ ഈ ഫൈറ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് പറഞ്ഞു BGM ഇല്ലാതെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റോളം വരുന്ന വലിയ ലെങ്തിലുള്ള ഒരു ഫൈറ്റ്. BGM ഒക്കെ ഉണ്ട്. അല്ല, അത് നിന്ന് പോകുന്നുണ്ട് ഒരു ടൈമിൽ. പിന്നീട് അങ്ങോട്ട് ഇവരുടെ സൗണ്ടുകൾ മാത്രം. അതാണ് ആര് പോകുന്നത്. പിന്നെ ലാസ്റ്റിലേക്ക് വരും. സംഭവം നമ്മളങ്ങ് കണക്ട് ആയിട്ടേ. നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് കണക്ട് ആയാൽ മതി എല്ലാം ഓക്കെ ആണെന്ന്. ഇതില് ഡബിൾ കണക്ഷനാ. സത്യം, നമുക്കൊരു പേടി ഉണ്ടായിരുന്നു. ആ പേടിയൊക്കെ ശരിക്കും ഇവര് ഫസ്റ്റ് ഹാഫ് കൊണ്ട് തന്നെ തീർത്തു തന്നു. കാരണം
ഇതിന്റെ കണക്ഷൻ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം. രണ്ട് രീതിയിലുള്ള കണക്ഷന് വേണ്ടിയിട്ടുള്ള രണ്ട് സംഭവങ്ങളുണ്ട്. പക്ഷെ രണ്ടാമത്തെ ആവശ്യം തന്നെയല്ല ശരിക്കും. ഫസ്റ്റ് തന്നെ കൺവിൻസിങ് ആണ്. അതായത് പക്ക നമ്മൾ കണക്ട് ആയി. കാരണം ഇനി എന്ത് ചെയ്താലും അതിന്റെ പേരിൽ നമുക്ക് ഓക്കെ ആണ്. പിന്നെ അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു നല്ല സ്ക്രിപ്റ്റ് തന്നെയാണ്. പിന്നെ കുറച്ച് സീനുകൾ മറ്റ് സിനിമകളിലുള്ള സീനുകളുണ്ട്. അതായത് മഗധീരയിലെ 100 ആൾക്കാരെ കൊല്ലുന്ന ആ ഒരു സീന്, ഒരു ബ്രിഡ്ജിൽ വെച്ചിട്ടുള്ള സംഭവം, അതൊക്കെ അതുപോലെ തന്നെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് മറക്കാം. പിന്നെ ലാസ്റ്റിലെ ഈ എൻഡ് ക്രെഡിറ്റ് അത് ഭയങ്കര മോശമായി പോയി. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ശരിക്കും എഡിറ്റ് പോരായിരുന്നു. സത്യം. ആ ടൈലന്റ് കാണാൻ നിന്നത് ഇപ്പൊ നമുക്കൊരു മണ്ടത്തരായി പോയത്. അതൊരു സുഖം കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. അത് അതിന് മുന്നത്തേലേക്ക് ഇനി വരാം. അതെ. പിന്നെ ഓരോ ഫൈറ്റിന്റെ സാധനത്തിലാണെങ്കിലും ശരിക്കും ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ നടനെ എത്രത്തോളം എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമോ, അതായത് ഇങ്ങനത്തെ ഒരു ആക്ഷൻ സിനിമയ്ക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമോ അത് മാക്സിമം ഹനീഫ് അദേനി യൂസ് ചെയ്തിട്ടുണ്ട്. അത് ആളുടെ ആക്ഷൻ അതൊന്ന്, പിന്നെ ആളുടെ ആ സ്വാഗും സ്റ്റൈലും, ഈ സ്റ്റൈലിഷ് പരിപാടി അത് പറഞ്ഞാൽ പ്രാന്തളവൻ. സത്യം. കാരണം ഇങ്ങനെ അത്രക്ക് ഇങ്ങനെ നമ്മിങ്ങനെ പൊളിയാണ് ഇതിങ്ങനെ കണ്ടിട്ടേ. സ്ക്രീനിൽ ഇങ്ങനെ ചെന്ന് നിന്നിട്ട് നിൽക്കുകയാണ്. ആശ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും വൈബ്. നമുക്കിങ്ങനെ ഉള്ളിലൊരു സാധനം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് സൗണ്ട് ഇല്ലാത്തതിന്റെ കാരണം പറഞ്ഞത്. നമ്മൾ ഇനി എത്ര കുഴപ്പമില്ല സൈലന്റ് ആയിട്ട് ഇരിക്കാം എന്ന് വിചാരിച്ചിരുന്നാലും അതെ ഇരുത്തൂല. അങ്ങനത്തെ ഒരു സാധനം എന്താ വല്ലാത്ത ജാതി മുതല്. എന്താണെങ്കിലും ക്രിസ്മസ് അമ്പോ ബ്രൂട്ടൽ ബ്ലഡി ക്രിസ്മസ്. അത് സത്യം. രണ്ടും ഇന്നലെ കണ്ടതും ഇന്ന് കണ്ടതും ഒക്കെ ഇതിനകത്ത് എടുത്തു പറയണം സിദ്ദീഖിന്റെ പെർഫോമൻസ്. സിദ്ദീഖ്, ഉണ്ണിമൂന്തൻ, പിന്നെ ആൻസൺ പോള്, പിന്നെ നമ്മുടെ കാബിർ ദുഹാൻ സിംഗ്. ഒരു രക്ഷയില്ല കേട്ടോ ആളുടെ സ്ക്രീൻ പ്രസൻസ് ഒന്നും. പിന്നെ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ട ഒരാളുണ്ട്. അതായത് ഇതിലെ മെയിൻ വില്ലൻ, ശരിക്കും മെയിൻ വില്ലനായിട്ട് വന്നുള്ള നമ്മുടെ ആളുടെ പേരെന്താന്ന് അറിഞ്ഞൂടാ. ആളുടെ സ്ക്രീൻ പ്രസൻസും ആളുടെ സ്വാഗും സ്റ്റൈലും ഒക്കെ അത് വില്ലൻ എന്ന് പറഞ്ഞാൽ തോന്നും വില്ലനാണ്. അതുപോലെ കാബിർ ദുഹാൻ സിംഗും വില്ലനാണ്, അങ്ങനെ അങ്ങ് തോന്നും. പിന്നെ ആൻസൺ പോള് സൂപ്പറായി ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് വേറൊരു വില്ലനുണ്ട്. വില്ലനാണ് എന്നായിരുന്നു സിനിമയുടെ മുൻപ് മുതൽ നമ്മൾ തുടക്കം മുതൽ വിശ്വസിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, വില്ലനായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടേയില്ല. ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറും ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള കാസ്റ്റിങ്ങും ജഗദീഷിന്റെ. അത് അങ്ങനെ തന്നെ തോന്നിയിട്ട്. പക്ഷെ ഫസ്റ്റ് ആളെ കാണിക്കുന്ന ഇൻട്രോ അടിപൊളിയായിരുന്നു. അതൊരു ഭീകര ഇൻട്രോ. അതിനുശേഷം പിന്നീട് നോക്കുമ്പോൾ ആള് ഇതിനു മുന്നേ കുറച്ച് അച്ഛൻ വേഷങ്ങൾ ചെയ്തിട്ടുള്ള അച്ഛൻ വേഷങ്ങളിലുള്ള ആ സെയിം എക്സ്പ്രഷൻ ഒക്കെ പിടിച്ചിട്ട് മറ്റുള്ളവരൊക്കെ അവിടെ പൂണ്ട് വിളയാടുമ്പോൾ അങ്ങേര് വരുമ്പോൾ മാത്രം ആ ഒരു വൈബ് നമുക്ക് കിട്ടുന്നില്ല. ഒരു വില്ലനാണല്ലോ എന്നുള്ള വിളിച്ചു പറയാൻ തോന്നി. ജഗദീഷ് ഏട്ടാ, നിങ്ങൾ വില്ലൻ വേഷമാണ് ചെയ്യുന്നത്, വില്ലനായെങ്കിലും നിങ്ങളൊന്ന് ഓർക്ക്, ഇതൊരു വില്ലൻ കഥാപാത്രമാണെന്ന്. പിന്നെ കുറെ നടത്തം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളൂ. അല്ലാണ്ട് മാത്രല്ല നടത്തൊക്കെ ഭയങ്കര ബോറാ സത്യമായിട്ട്. അതായത് കോട്ടിട്ടിട്ട് ചേരാത്തൊരാൾക്ക് കോട്ടൊക്കെ ഇട്ട് ആളിങ്ങനെ നടന്നു വരുന്ന പോലെ ഫീൽ ചെയ്യുന്നത് ഭയങ്കര ബോറായിരുന്നു. ഇതിനകത്ത് ഇത്രയും ഈ കണ്ട സിനിമയിൽ നമുക്ക് ഇത്രയും ബോറായിട്ട് തോന്നിയ ഒന്ന് ജഗദീഷ് ചേട്ടനാണ്. പിന്നെ ഒന്ന് അതിലൊരു യൂട്യൂബർ ആയിട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊന്നുമില്ലേ ഇവരുടെ ആരോ ഒരു റിലേഷനിൽ പിടിച്ച് ആരോ പിടിച്ചിട്ട് അതിന് ഒന്നും അറിയില്ല, എന്താ ചെയ്യുന്നതെന്ന് പോലും അറിഞ്ഞില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അതൊന്നും ആവശ്യമില്ലാത്തതാണ്. അത് പെട്ടെന്ന് തന്നെ അവർ തീർക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ തീരുമാനമാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് തീർക്കേണ്ട വേറൊരാളുണ്ടായിരുന്നു, അത് മെയിൻ നടി. അത് ക്ലൈമാക്സിലേക്കാണ് സംഭവം സെറ്റാക്കുന്നത്. എന്താണെങ്കിലും കേരളം കണ്ടതിൽ വെച്ച് ഇപ്പോഴും പറയാം, ഇത്രയ്ക്കും ബ്രൂട്ടലായിട്ട് അല്ലെങ്കിൽ ഇത്രയും വയലൻസ് ഉള്ള ഒരു സിനിമ ഉണ്ടാവില്ല. അത്ര ബ്രൂട്ടലായിട്ടുള്ള നമ്മൾ കാണാൻ ആഗ്രഹിച്ചത് എന്തോ അത് സിനിമയിൽ ഡബിൾ ഇരട്ടി തന്നിട്ടുണ്ട്. സിനിമയിൽ ആ സീനുകളിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചു പോയി, അയ്യോ അത് വേണ്ടായിരുന്നു. ഇതിനു മുന്നേ സിനിമ കാണാൻ പോകുമ്പോൾ നമുക്കുണ്ടായിരുന്നു ഇതെല്ലാം വേണമെന്ന്. പക്ഷെ ഇത് ഓരോ സീൻ കഴിയുമ്പോഴും ഓരോരുത്തരോട് ചെയ്യുന്നത് സഹിക്കാൻ പറ്റില്ല. ഭയങ്കരമായിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഇതിന്റെ മുന്നേ റിലീസിനൊക്കെ മുന്നേ പറഞ്ഞ പോലെ, അതായത് ചോര പുഴയൊഴുകും എന്ന് പറഞ്ഞിട്ടുണ്ട്. തിയേറ്റർ ശരിക്കും അല്ലെങ്കിൽ സ്ക്രീനിൽ ഫുൾ ടൈം ചോരപ്പുഴ തന്നെയായിരുന്നു. അതിലാണ് കുളിക്കുക. എല്ലാം കൊണ്ട് മേക്കിങ് എന്തൊരു കിടിലൻ വർക്കാണ്. ഫൈറ്റ് എന്താ, ഏതൊക്കെ തരം ഫൈറ്റാ. വിക്രം മോർ
ഓ Fight master. മാനെ. ഒരു വിക്രമോർമ്മയാണോ? ആ തീർച്ചയായിട്ടും വിക്രം മറ്റേ ഇതിന്റെ ഏതായിരുന്നു അനിമലിന്റെ അനിമല് പിന്നെ കാന്താര ഓഹ് എന്താണെങ്കിലും ആ അനിമലൊന്നും ഫീൽ ചെയ്യുന്നില്ല. അനിമലിന് അനിമലൊക്കെ കോമഡി ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ സമയം. അയ്യോ അത് പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം ഓർത്ത് വെച്ചോണ്ടിരുന്ന മറ്റേ മിഷൻ യൂസ് ചെയ്യുന്ന ഒരു പോസ്റ്റർ വന്നായിരുന്നു. അതെ അതെ അതെ. നമ്മൾ ആ പോസ്റ്റർ കണ്ടപ്പോ നമ്മൾ അതിലാണ് നമുക്ക് ഏറ്റവും cutting കട്ടിംഗ് മെഷീൻ അല്ല മറ്റേ സാധനം ആ മറ്റേ പൊട്ടിക്കുന്ന ആ സാധനം അതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് സാധനം തോന്നിയിട്ടുണ്ടായിരുന്നു. അയ്യോ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് എങ്ങനെയായിരിക്കും ഇത് ഇതിനകത്ത് യൂസ് ചെയ്യാന്നുള്ളത്. പക്ഷെ ആ സാധനമൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന സ്ഥലം അതെ ഗംഭീരം. എന്തായാലും എല്ലാം കൊണ്ടും ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ. ഈ രീതിയിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ഹൈപ്പിന്റെ ഡബിൾ ഇരട്ടി കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ ഗ്യാരണ്ടി പറയുന്നത് നിങ്ങൾക്കും കിട്ടിയിരിക്കും. അതെ, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. അപ്പം എന്താണെങ്കിലും നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. നമ്മുടെ റേറ്റിംഗ് 8 out of 10 വേറെ ലെവലാണ്. എന്താണെങ്കിലും പോയി കാണുക, തിയേറ്ററിൽ തന്നെ കാണണം, അതെ, അത് മിസ്സാക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.